നമുക്കറിയാം ആനനെങ്ങനെ ഫ്രിഡ്ജ് കയറ്റുക ജിറാഫിനെങ്ങനെ ഫ്രിഡ്ജ് കയറ്റുക ആനനെ പുറത്തിറക്കിയിട്ട് ജിറാഫിനെ കയറ്റും. ഓക്കെ അടുത്തത് ഒരു വിമാനം ആ വിമാനത്തിൽ 10 ഇഷ്ടിക ഉണ്ട്. അതിൽ ഒന്ന് താഴത്തേക്ക് വീണ് ബാക്കി എത്ര ഉണ്ടാവും? 9 ഉറപ്പിച്ച ഉത്തരം ഒന്നല്ല താഴത്തിൽ വീണ ഇഷ്ടിക മൊത്തം അതിലുണ്ടല്ലോ. ഒരു ഇഷ്ടിക താഴത്ത് അത് പറഞ്ഞിട്ടില്ല. അവള് പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 2 ഉത്തരം ശരിയായിട്ടോ. നിക്ക് ഞാൻ ചോദിക്ക ഞാനല്ല ചോദിക്കണേ. കാട്ടിലെ രാജാവിന്റെ കല്യാണാണ്. അപ്പോ കാട്ടിലെല്ലാരും ക്ഷണിച്ചിന്. അപ്പൊ എല്ലാരും പോയി. ഒരാള് മാത്രം ആ ജിറാഫ് ഫ്രിഡ്ജിന്റെ ഉള്ളിലാണ് അതിന്റെ ഇറക്കിയൊക്കെ. അടുത്തത് മുത്തശ്ശിക്ക് ഒരു പുഴ ഉണ്ട്. ആ പുഴത്തിന്റെ ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കിടക്കണം മുത്തശ്ശി. ആ പുഴ നിറച്ചും മുതലാണ്. അപ്പൊ ഈ മുത്തശ്ശി എങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കിടക്കും? ആ മുതലും കല്യാണത്തിനില്ലേ? അടുത്തത് ഈ മുത്തശ്ശി ഇത് അപ്പൊ പുറത്തിലെ പുഴയിലാരുമില്ല. അപ്പൊ മുത്തശ്ശി ക്രോസ് ചെയ്തു. പക്ഷെ ആ മുത്തശ്ശി മരിച്ചു. എങ്ങനെ? അപ്പൊ അതിനെ കല്യാണത്തിന് വന്നിട്ടുണ്ടാവും. മുത്തശ്ശി പുഴ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം മരിച്ചു പോയി. എങ്ങനെ? അറ്റാക്കൊന്നും വന്നിട്ട് നമ്മൾ പറയരുത്. മുത്തശ്ശി അല്ല എനിക്ക് ഓർമ്മയില്ല എന്താണ്. തീർന്നത്രേ ഉള്ളൂ. മുത്തശ്ശി അങ്ങനെ കിടക്കുന്നവരേ ഉള്ളൂ. ആ ചോദ്യം ഇത് പറയും, ഉത്തരം പറയും. ആ മുതലെപ്പത്തിന് വന്നിട്ടുണ്ടാവും. ആ ജിറാഫ് ഇറക്കി വിട്ടത് ആന വരുന്നുണ്ടാവും. ഓലക്കള്ളല്ല എന്തിനായില്ല ജിറാഫ് ഫ്രിഡ്ജിലാണ്. ഷോക്ക് അടിച്ചിട്ടാ? അല്ല അറിയില്ല. ഒഴിച്ചോ? ഈ ഒഴിച്ചോ? ഒരു ഉത്തരക്ക് വരട്ടെ. മറ്റൊന്നൊരു ഇഷ്ടിക വീണില്ലേ? അല്ല അഷ്ടിക മുകളിൽ വീഴേണ്ടത് ടൈം എടുക്കും. ആ ഒരു ടൈമിൽ അപ്പൊ ഇഷ്ടിക എത്തുള്ളൂ. കാരണം മുകളിൽ നിന്ന് എടുത്തിട്ട് വേണ്ടേ. കൊണ്ടോട്ടി ജില്ല നേരത്തെ പറഞ്ഞ ആൻസർ. കേരളത്തിൽ എത്ര സംസ്ഥാനമുണ്ട്? കേരളം ഒരു സംസ്ഥാനമാണല്ലോ. കേരളത്തിൽ എത്ര ജില്ല ഉണ്ട്? 14. ഏതൊക്കെ? കൊണ്ടോട്ടി നേരത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത്. കണ്ണൂര്, വയനാട്, പത്തനംതിട്ട, പാലക്കാട്. ഓർഡറിൽ ഒന്നെങ്കിലും മേലെന്ന് താഴെ. ഇങ്ങനെ പറയണേ ഉണ്ടാക്കവിടെ സ്കൂളിൽ പോയില്ലേ? 14 കിട്ടിയപ്പോ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, വയനാട്, പാലക്കാട്, പത്തനംതിട്ട, കൊച്ചി. കൊച്ചിയില്ലേ? ഇല്ല കൊച്ചിയില്ല. എറണാകുളം. സോറി, എറണാകുളം ജില്ലയല്ലേ? സംസ്ഥാനോ? ഗോവ സംസ്ഥാനമാണ്. പാലക്കാട്. അല്ല അടുത്ത ഈ പറഞ്ഞ വേങ്ങര. ഈ പറയും കാഞ്ഞങ്ങാട്, കാസർഗോഡ്. കാഞ്ഞങ്ങാടുണ്ട്.
ചെയ്താ പറഞ്ഞ പറഞ്ഞിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. പുതിയ 2 എന്ത് ജില്ലകളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഒന്ന് കൊണ്ടോട്ടി, ഒന്ന് കാഞ്ഞങ്ങാട്. അല്ല എവിടെ? 3 കൊച്ചി. കൊച്ചി ഉണ്ട്. കൊച്ചി മെഹ്റൂഡ് കേട്ടോ. കൊച്ചി, കൊണ്ടോട്ടി, കാഞ്ഞങ്ങാട് പുതിയ ജില്ല രൂപീകരിച്ചു. അതാ ചിരിച്ച് കൊച്ചി വിമാനത്താവളമാണ്. നെല്ലി അറിയോ? അത് തെക്കരയാ. എറണാകുളം ജില്ലയിലാണല്ലോ. എറണാകുളം ജില്ലയിലാണ് കൊച്ചി വരുന്നത്. കൊണ്ടോട്ടിയോ? അല്ല ജില്ല ഈ പ്രഖ്യാപിച്ചില്ലല്ലോ. കേരളത്തിന്റെ ദേശീയ പുഷ്പം മുല്ലപ്പൂ പറഞ്ഞാൽ അല്ല കടലാസ് പൂ. റോസ് കളർ കടലാസ്. ഞങ്ങളിവിടെ ചെമ്പരത്തിയാണ്. വെരി ഗുഡ്. ഏതറിയോ? കണിക്കൊന്ന. ഇനി അടുത്തത് കേരളത്തിന്റെ ദേശീയ പക്ഷി കാക്കടി. കാക്കയാണ്. അല്ല മെഹ്റു, കാക്കയാണ്. കാക്കല്ലേ ഇവിടെ റംസി? ചോദിച്ചോ? എന്നാ പറയും. കേരളത്തിന്റെ ദേശീയ മൃഗം കടുവ. പൂച്ച. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാ? കടുവ. സോറി. എന്നാ കേരളത്തിന്റെ. വെരി ഗുഡ്. നമ്മളെ കേരളത്തിന്റെ ആന്തം ഇന്ത്യന്റെ നാഷണൽ ആന്തം ഏതാ? നമ്മൾ ചെല്ലിയെന്നാലേ ചെല്ലി ഞാൻ ടൂണിടാം. ഞാൻ ഈജിക്കാം. ഓരോന്ന് കേൾക്കണ്ടല്ലോ. കേൾക്കുമല്ലോ. ഇനി അടുത്തത് ഇന്ത്യയുടെ മുഖ്യമന്ത്രി ആരാ? ഇന്ത്യയുടെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ? എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഇന്ത്യന്റെ. മുഖ്യമന്ത്രി ഇഷ്ടപ്പെട്ട ആളാർന്നപ്പോ ഒറ്റടിക്ക് പറഞ്ഞു. ഇന്ത്യയുടെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാ. എടി മോയന്റെ മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മുഖ്യമന്ത്രി ഇന്ത്യക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ല, സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ഉണ്ടാവും. അടുത്തത് സംസ്ഥാനത്തിനെ പറഞ്ഞ ശരിയല്ലേ? ഒന്ന് ശരിയായി. അതിനെ അഭിനന്ദിക്കണം. അതെ ഫാദർ ഓഫ് നേഷൻ. ഓളപ്പാൻ്റെ പേര് കേട്ടോ. അതത്ര ഉള്ളൂ. ഫാദർ ഓഫ് നേഷൻ. ഇവളെ വോട്ട് ചെയ്യാൻ നിൽക്കണ്ടോളെ പറഞ്ഞേക്കണോ? അതാ നല്ലത്. ഈ പാസ്പോർട്ട് എടുത്ത് വിട്ടോ. ഫാദർ ഓഫ് നേഷൻ ഓർമ്മയില്ല. അറിയാം. ഗാന്ധിജിയാണ് ഡേ പറഞ്ഞു. ഇന്ത്യസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. അടുത്തത് അതാണ് എനിക്കോ തന്നെയാണ്. കൊണ്ടോട്ടി ജില്ലക്കായിട്ട് വരും. കാഞ്ഞങ്ങാട്. കൊച്ചി.